സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുമ്പോൾ ആദ്യമായിട്ടൊരു സ്ക്രിപ്റ്റ് എഴുതാനൊക്കെ തോന്നുമ്പോൾ പലരും ചിന്തിക്കുന്ന എഴുതിയിട്ടുണ്ടാകുന്ന വളരെ അമച്വർ ആയിട്ടുള്ള കുറേ ഐഡിയകളുണ്ട്. സൈജു കുറുപ്പ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന ഏറ്റവും പുതിയ സിനിമയുടെ ആദ്യ പകുതിയൊക്കെ കാണുമ്പോൾ ആ ഒരു നിലവാരമാണ് തോന്നുക. ഒരു ഹിറ്റ് സിനിമ ചെയ്ത് കരിയർ ആരംഭിക്കുകയും പിന്നീട് സംവിധാനം ചെയ്ത 2 സിനിമകൾ ഫ്ലോപ്പ് ആവുകയും ചെയ്ത ഒരാളാണ് നമ്മുടെ നായകൻ. എന്നാൽ ഈ കഥാപാത്രത്തിന്റെ കോമൺ സെൻസ് ഇല്ലായ്മ കൊണ്ട് നമുക്ക് തോന്നുന്ന ഇറിറ്റേഷൻ കാരണം ഇയാൾക്കൊക്കെ ആദ്യത്തെ പടം എങ്ങനെ കിട്ടി എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അപക്വമായിട്ടുള്ള എഴുത്തും ഓവറാക്കുന്ന നിരാശപ്പെടുത്തുന്ന പെർഫോമൻസുകളുള്ള ഈ പാവങ്ങളുടെ ബ്രൂസ് ഓൾമൈറ്റി, ചന്ദനമഴ പോലെയുള്ള സീരിയലുകളുടെ കഥ സീരിയസ് ആയിട്ട് കാണുന്നവർക്ക് പറ്റിയ ഒന്നാണ്. നമ്മുടെ നായകന്റെ പേര് ജിജോ എന്നാണ്. ആദ്യത്തെ സിനിമ ഹിറ്റാവുകയും പിന്നീട് വന്ന 2 സിനിമകൾ പരാജയപ്പെടുകയും ചെയ്ത ഈ സംവിധായകൻ ഇപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളിലാണ്. ഹിറ്റ് സംവിധായകൻ ആയതുകൊണ്ട് വേറെ പണിക്ക് പോകാൻ അയാളുടെ ഈഗോ അയാളെ സമ്മതിക്കുന്നില്ല. കുടുംബ ബന്ധങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ വന്നു നിൽക്കുന്ന ഈ സമയത്ത് സാക്ഷാൽ ദൈവം അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും ആ ദിവസം സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഈ സിനിമയുടെ സംഗീതം ചെയ്തിട്ടുള്ളത് ഷാൻ റഹ്മാനാണ്. ആ ഒരു കാര്യത്തെ വളരെ വലിയൊരു സംഭവമായി തന്നെ സിനിമ ആഘോഷിക്കുന്നുണ്ട്. സിനിമയുടെ ടൈറ്റിൽ ഫോണ്ടിൽ തന്നെ എ ഷാൻ റഹ്മാൻ മ്യൂസിക്കൽ എന്നൊക്കെ എഴുതി വരുന്നുണ്ട്. പക്ഷെ സിനിമയുടെ ഒന്നാം പകുതി തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ട് പ്രേക്ഷകർക്ക് തലവേദന തരികയാണ്. ഇതിൽ ഗോഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീനിൽ ഫൈനൽ മിക്സ് ചെയ്യാൻ കൊടുത്ത വ്യക്തി ഷാൻ റഹ്മാൻ അയച്ചു കൊടുത്ത ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പ്ലേലിസ്റ്റ് പോസ് അടിക്കാതെ പ്ലേ ചെയ്ത് വിട്ടതുപോലെ തോന്നി. അല്ലെങ്കിൽ പടം ഒരിത്തിരി സൈലന്റ് ആകുമ്പോഴേക്കും ഒട്ടും കണ്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് സംവിധായകൻ ഷാൻ റഹ്മാനോട് ആൾക്കാർക്ക് ചിന്തിക്കാൻ ഒരു ഗ്യാപ്പ് കൊടുക്കാത്ത വിധത്തിൽ പശ്ചാത്തല സംഗീതം കുത്തിക്കയറ്റാൻ പറഞ്ഞതായിരിക്കും. നേരാവണ്ണം ഒരു ഷോർട്ട് ഫിലിം പോലും കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് ഈ സിനിമയുടെ അവസാന ഭാഗങ്ങളിൽ വരുന്ന മെലോഡ്രാമയൊക്കെ ചിലപ്പോൾ വർക്കാവും. സാമാന്യം വിദ്യാഭ്യാസമുള്ള മണ്ടൻ കഥാപാത്രങ്ങളെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ സൈജു കുറുപ്പ് സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു സെറ്റ് എക്സ്പ്രഷനുകൾ ഉപയോഗിച്ചിട്ട് ജിജോയെയും അദ്ദേഹം സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ സംവിധായകനായിട്ടുള്ള ഫെബി ജോർജ് ഒരു സംവിധായകനെ ഇത്തരത്തിൽ മണ്ടനായി അവതരിപ്പിച്ചു എന്നത് കാണുമ്പോൾ ഇൻഡസ്ട്രിയിൽ ഓണാകുന്ന പ്രൊജക്ടുകളുടെ അവസ്ഥയെക്കുറിച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതുപോലെ തോന്നി. ഒരു എക്സ്റ്റൻഡഡ് കാമിയോ ടൈപ്പ് റോളിലാണ് സണ്ണി വൈൻ ദൈവമായിട്ട് ഈ സിനിമയിൽ വന്നിട്ടുള്ളത്. ഒരു ജുബയും മുണ്ടും പിന്നെ കരൺ ജോഹർ സിനിമകളിൽ ബാക്കി വന്നത് വെച്ച് തുന്നിച്ചേർത്തൊരു ഗൗണുമാണ് പുള്ളിയുടെ കോസ്റ്റ്യൂം. ജിജോയുടെ ഭാര്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച അപർണ ദാസിന്റെ ഡയലോഗ് ഡെലിവറി അത്ര സുഖകരമായിരുന്നില്ല. തണ്ണീർമത്തൻ ദിനങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന വൈശാഖ് വിജയന് ഇതിൽ ഒരു കാര്യമായ റോള് കിട്ടിയിട്ടുണ്ടെങ്കിലും മോശം എഴുത്ത് അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ടുണ്ട്. സിനിമയുടെ അവസാനം ദൈവം ജിജോയോട് പറയുന്നുണ്ട്, ജിജോയുടെ ജീവിതം തന്നെ വലിയ കോമഡിയാണ്, അതൊരു സിനിമയാക്കിയാൽ അത് സൂപ്പർ ഹിറ്റ് അടിക്കുമെന്ന്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇന്നത്തെ OTT ബിസിനസ് നടക്കുന്നത് എങ്ങനെയാണെന്ന് ഈ സിനിമയിലെ ദൈവത്തിന് ഒരു ധാരണയുമില്ല. 3 പേര് ചേർന്നിട്ടാണ് ഈ സിനിമ എഴുതിയിട്ടുള്ളത്. പക്ഷേ സ്കൂളിൽ പഠിക്കുന്ന ഏതെങ്കിലും കുട്ടി ആദ്യമായിട്ട് എഴുതിയ സ്ക്രിപ്റ്റിന്റെ ഒന്നാമത്തെ ഡ്രാഫ്റ്റിന്റെ പക്വതയെ ഈ തിരക്കഥയ്ക്കുള്ളൂ. എല്ലാവരും കൂടെ വട്ടത്തിൽ ഉപദേശിക്കുന്നത് കാണുമ്പോൾ ചിലപ്പോൾ പള്ളി വികാരികൾക്ക് ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് പകരം ഈ സിനിമ കാണിച്ചു കൊടുക്കാൻ തോന്നിയാൽ തെറ്റു പറയാൻ പറ്റില്ല. സാമാന്യം ഗംഭീരമായിട്ട് തന്നെ ഡ്രോൺ പറത്താൻ അറിയുന്ന ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഒരാളെ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഒരു ദിവസത്തേക്ക് വാടകയ്ക്ക് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പുള്ളിക്ക് കൊടുക്കുന്ന പൈസ മുതലാക്കാൻ വേണ്ടി സാധാരണഗതിയിൽ എടുക്കുന്ന ഷോട്ടുകൾ പോലും, അതായത് വീട്ടിനുള്ളിലൊക്കെയുള്ള ഷോട്ടുകൾ വരെ ഡ്രോൺ പറത്തിയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങേയറ്റം ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഈ സിനിമയുടെ കോണ്ടന്റ് കാരണം കഥയിൽ നടക്കാൻ പോകുന്നതെല്ലാം ഏറെക്കുറെ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മെലോഡ്രാമ കൂടിയ സീനുകളിൽ കടിച്ചു തൂങ്ങിക്കൊണ്ട് മേക്കിംഗ് സിനിമയെ കൂടുതൽ അസഹ്യമാക്കിയിട്ട് മാറ്റുന്നുണ്ട്. കണ്ടാൽ ക്രിഞ്ച് എന്ന് തോന്നുന്ന പല സംഭവങ്ങളും പല സിനിമകളിലും വർക്കായിട്ടുണ്ട്. പക്ഷെ ക്ലീഷകളെ പോലും അപ്പീലിംഗ് ആക്കണമെങ്കിൽ നല്ല ഫിലിം മേക്കിംഗ് ടാലന്റ് വേണം. ഫ്രഷായിട്ട് കഥ പറയാൻ ഒട്ടും ശ്രമിക്കാത്ത ഈ സിനിമ ദൈവത്തെ ഒരു കോമഡി പീസ് ആക്കുക വഴി ദൈവനിന്ദ ചെയ്ത പോലെയാണ് അവസാനം തോന്നിയത്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്